ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്, അവരുടെ നൈറ്റ് ഫീലിങ്സ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമേ നിങ്ങളുടെ എനർജി എടുക്കാം. ഓക്കെ, 4 ഓഫ് സോഡ്സ്. ഇനി നമുക്ക് പേഴ്സൻ്റെ എനർജി നോക്കാം. പേഴ്സൺ എനർജി ഡെവിളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ എനർജിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ആ ഒരു റെസ്റ്റിംഗ് എനർജി, അല്ലെങ്കിൽ വലിയതായിട്ടൊരു ആക്ഷനോ കാര്യങ്ങളോ എടുക്കാതെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മെൻ്റലി ഫിസിക്കലി ഒക്കെ നിങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ പേഴ്സണെ കുറിച്ച് ഓർത്തൊക്കെ ഒരു ഓവർലോഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നിരിക്കണം. ഒരുപാട് സ്ട്രെസ്സ് അനുഭവിച്ചിട്ടുണ്ടാവാം, ആകെ എക്സോസ്റ്റഡ് ആയി പോയിട്ടുണ്ടാവാം. അതിനുശേഷം ഇപ്പോൾ എല്ലാം നമ്മൾ വെച്ച് നിർത്തുക എന്ന് പറയില്ല, എന്ന് പറഞ്ഞതുപോലെ ശാന്തമായിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നൊരു സ്റ്റേറ്റ് ആയിരിക്കാം. ചിലവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു റിസൾട്ട് ഇല്ല, എനിക്ക് ഇത്രേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ എന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ളൊരു രീതിയിലിരിക്കുന്നവരുണ്ടാവാം. മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇനി യൂണിവേഴ്സ് തീരുമാനിക്കട്ടെ, എനിക്ക് ചെയ്യാവുന്ന മാക്സിമം ഞാൻ ചെയ്തു, ഈ ഒരു രീതിയിൽ പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഒരു വെയിറ്റിംഗ് എനർജി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വെയിറ്റിങ്ങും തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് കാണാം. പക്ഷെ ഭയങ്കരമായിട്ടൊരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംഗതികളൊന്നുമില്ല. എല്ലാം ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നുള്ള ആ ഒരു രീതിയാണ് നമുക്കിവിടെ പ്രകടമായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ചിലപ്പോൾ പേഴ്സൻ്റെ പുറകെ ഒരുപാട് ബെഗ് ചെയ്തൊക്കെ പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും ഇപ്പം മുതിരുന്നില്ല. കുറച്ച് തൻ്റേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. ചിലർ കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് അവനവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവാം. ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് വരുന്നത് പോലെ വരട്ടെ എന്നുള്ളൊരവസ്ഥയിലായിരിക്കാം. മാത്രമല്ല ഈ ഒരു വ്യക്തിയുടെ മുന്നിലാണെന്നുണ്ടെങ്കിലും ഞാനും വലിയൊരു ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളൊരു രീതി ചിലപ്പോൾ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇനി ഇതുപോലെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ആ ഒരു നോ കോൺടാക്റ്റിൽ തന്നെ ആയിരിക്കാം. അതാണ് നമുക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈലൻസ് കാണാനായിട്ട് സാധിച്ചത്. പക്ഷേ ഇവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു ഒബ്സഷനൊക്കെ തോന്നുന്ന ഒരു സ്റ്റേജായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇനി അവർ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ലെറ്റ് ഗോ ചെയ്ത് മാറിപ്പോവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് കഴിയുന്നില്ല. ഭയങ്കരമായിട്ട് അവർ അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ അവരുടെ ഒരു ലോജിക് മൈൻഡ് സെറ്റ് വെച്ച്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ നോ കോൺടാക്റ്റ് ഒക്കെ വരാനായിട്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും കാരണങ്ങൾ കാണും. ഒരു ലോജിക് മൈൻഡ് സെറ്റ് ഒക്കെ വെച്ചിട്ടാണ് വേണ്ട, ഇതിൽ നിന്ന് മാറി നിൽക്കാം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ തന്നെ പോട്ടെ എന്നൊക്കെ കരുതി കഴിഞ്ഞാലും മാനസികമായിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ ആൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തന്നെ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഉള്ള ആ ഒരു എനർജിയിൽ അട്രാക്റ്റ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ ഒരിക്കലും അത് വിട്ട് പോകാൻ കഴിയില്ല. മനസ്സുകൊണ്ട് ഇനി അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അതിനകത്ത് തന്നെ ഒരു അഡിക്ഷൻ പോലെ വന്നു ചേരുന്നൊരവസ്ഥ, വിട്ട് കളയാൻ പറ്റാത്തൊരു മാഗ്നറ്റിക് അട്രാക്ഷൻ ആ ഒരു പേഴ്സണ് ഈ സമയം നിങ്ങളോട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ആ ഒരു വ്യക്തി പോലും ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് എനിക്കിതിങ്ങനെ ഇതിൽ നിന്ന് റിലീസ് ആവാൻ പറ്റാത്തത്. ചിലപ്പോൾ നോ കോൺടാക്റ്റ് ആയിട്ടൊക്കെ കുറച്ചധികം നാളുകളായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിച്ചാൽ പോലും അവർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ നിങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് അവരുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതുപോലെ തന്നെ വളരെയധികം ഒരു പൊസസീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും അവർക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവാനായിട്ടുള്ള
ഒരു എനർജി വളരെ ശക്തമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഒരുപാട് ചേസ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളിപ്പോൾ കറൻറ്റ്ലി ആ ഒരു ചേസിങ് ഒക്കെ നിർത്തി ഒരു റെസ്റ്റിങ്ങിൽ ആണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ പുറകെ ചേസ് ചെയ്യാനുള്ള ഒരു പ്രവണത അവർ പോലും വിചാരിച്ചില്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ളൊരു ഇൻറ്റൻഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ വിട്ടു പോകാനായിട്ട് കഴിയാത്ത തരത്തിലുള്ള ആ ഒരു എനർജി നമുക്കിവിടെ വളരെ ശക്തമായിട്ട് കാണാമെന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവരുടെ ആ ഒരു നൈറ്റ് ഫീലിങ്സ് കൂടി എടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും ഈ ഒരു പേഴ്സൺ എക്സാക്ട്ലി എന്താണ് ആ ഒരു ഫീലിങ്സ് നിങ്ങളോട് ഇപ്പോൾ ഉള്ളതെന്ന്. Four of Pentacles, Ten of Wands, Ten of Pentacles, Devil, Queen of Swords, Two of Cups, Five of Swords, Hierophant, Nine of Cups, Temperance, Ace of Wands, Knight of Swords, Three of Wands, Eight of Wands, Ace of Swords, Four of Cups, Two of Pentacles, Six of Wands. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു പേഴ്സൻ്റെ ഒരു ഓവറോൾ എനർജി ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുത്തപ്പോൾ നമുക്ക് ആ ഒരു ഡെവിൾ എനർജിയാണ് കിട്ടിയത്. ആ ഒരു സെയിം എനർജി തന്നെ നമുക്കിതിനകത്ത് ഇവരുടെ ആ ഒരു ഫീലിങ്സിനകത്തും കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആ ഒരു ഡബിൾ കൺഫർമേഷനായിട്ട് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. മാത്രമല്ല നമ്മൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞിരുന്നു ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം പൊസസീവാണ്, നിങ്ങൾ നഷ്ടപ്പെടുമെന്നൊക്കെയുള്ളൊരു പേടിയൊക്കെ ഉണ്ട് എന്നുള്ളത്. ആ ഒരു പൊസസീവ്നെസ് എനർജി തന്നെയാണ് നമുക്ക് ഫസ്റ്റ് കയറി വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എനർജി നമ്മൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് അമിതമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ വിട്ട് കളയാൻ പറ്റാത്തൊരവസ്ഥ അവർ തന്നെ അവരുടെ മനസ്സിനെ അടക്കി ഒതുക്കി ഇരുത്താൻ നോക്കിക്കഴിഞ്ഞാലും അതിനവർക്ക് കൈവിട്ട് പോകുന്നു, അല്ലെങ്കിൽ അവരുടെ മനസ്സ് അവരുടെ കൺട്രോളിലല്ലാതിരിക്കുന്ന ഒരു സ്റ്റേജായിട്ടും കൂടി വേണമെന്നുണ്ടെങ്കിൽ പറയാം. അത്രയധികം തീക്ഷ്ണമായിട്ടുള്ളൊരു താല്പര്യം ഈ പേഴ്സണ് നിങ്ങളോടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ എനർജിയിൽ നമുക്കത് കാണാം എന്നുള്ളതാണ്. ഇനി അതുപോലെ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇവർ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ഇപ്പം നിങ്ങൾ തമ്മിൽ ഈ ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു സൈലൻസിലൊക്കെ പോകുന്നൊരു സിറ്റുവേഷൻ്റെ റീസൺ എന്താണെന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ അതിനകത്ത് ഈ ഒരു പേഴ്സൻ്റെ ഈഗോയിസ്റ്റിക് മൈൻഡും കൂടി ഉണ്ട്. വേറെ പല കാര്യങ്ങളും ഉണ്ടാവാം, എങ്കിലും അതും കുറച്ചൊന്ന് എടുത്തു നിൽക്കുന്നതായിട്ട് കാണാം. അപ്പം അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലുള്ളത് ചിലപ്പോൾ അതേപടി പ്രകടിപ്പിക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവനവനായിട്ട് അവർ നിയന്ത്രണം രേഖപ്പെടുത്തുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അത് ഈ ഒരു സ്പ്രെഡിനകത്ത് നമ്മൾ കാണുന്ന പോലെ അത്രയും തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്നു, ഒരുപാടൊരു അട്രാക്ഷൻ, വിട്ടുപോരാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് എൻ്റെ മൈൻഡ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഒരു താല്പര്യം നിങ്ങളോടുണ്ട് എന്ന് പറയാൻ കഴിയാതെ വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ എൻ്റെ ഈഗോ ഒക്കെ ഹേർട്ട് ആവുമോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഇവിടെയും കാണാം. അപ്പോൾ അതും കൂടി കൊണ്ടാണ്. മാത്രമല്ല ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ അവർക്ക് തല താഴ്ത്തി നിൽക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായാലും അല്ലെങ്കിൽ മറ്റെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മുന്നിൽ എപ്പോഴും അവർ വളരെ ഒരു എന്താ പറയുക, നിങ്ങൾ അവരെ ഒരു വലിയൊരു പ്ലേസിലായിരിക്കും ചിലപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും അവരോട് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ അവരുടെ ലൈഫിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ മോശമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും അതൊന്നും നിങ്ങളെ അറിയിക്കാൻ പോലും ഈ ഒരു പേഴ്സൺ ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. അതായത് നിങ്ങളുടെ മുന്നിൽ തല കുനിക്കാനായിട്ട് ആ ഒരു വ്യക്തിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർക്കൊരു നിങ്ങളുടെ മനസ്സിലൊരു വലിയൊരു പ്ലേസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടമാണുള്ളതെങ്കിൽ അങ്ങനെ തന്നെ നിലനിർത്തട്ടെ, ഞാൻ ഒരിക്കലും എൻ്റെ തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റായിരുന്നു എന്നോ അങ്ങനെയൊക്കെ പറയാനുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം.
പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള എനർജി അല്ലെങ്കിൽ എത്ര അഹങ്കാരം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര ഒരു ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിലും അവരുടെ പിടിവിട്ട് നിൽക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. അത്രത്തോളം ആ ഒരു പേഴ്സൺ അവരുടെ ആ ഒരു നിങ്ങളോടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു എനർജി സപ്രസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരായിട്ട് തന്നെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് ഹെവി ബേർഡൻസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ആ ഒരു വ്യക്തി ഏർപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലാതെയും അവർക്ക് വേറെ പല എൻഗേജ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തലയിലൂടെ ഓടുന്ന ഒരു സമയം കൂടി ആയിരിക്കും. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും ഈ ഒരു സെപ്പറേഷൻ വന്നതായിരിക്കാം. ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളോ ഒക്കെ ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനും ഉള്ള സാധ്യത ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിലും കാണാം ആ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രയോറിറ്റീസ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലൂടെ ഓടി പോകുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അതിശക്തമായിട്ട് ചിന്തിക്കുമ്പോഴും ഇന്ന ഇന്ന കാര്യങ്ങളില്ലേ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു എനർജി നമുക്ക് കാണാം. പക്ഷേ എന്നിരുന്നാലും ഈ വ്യക്തി ഇവിടെ നിങ്ങളുടെ കാര്യം വരുമ്പോൾ ഇവിടെ സ്റ്റക്കാണ്. അവർ തന്നെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിതീവ്രമായിട്ടുള്ള ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഒബ്സഷനൊക്കെ നിങ്ങളോട് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ ഒരു കപ്പിൾ എനർജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഫിസിക്കലിയും ഒക്കെ ആ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ട് തന്നെ കാണാം. അപ്പോൾ അതവർ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ഇമോഷൻസ് നിങ്ങളെ അറിയിക്കാതിരിക്കാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ലോജിക് മൈൻഡ് സെറ്റിൽ ഞാൻ എന്തിനാണ് ഇത്രയധികം അവരോട് എനിക്കൊരു താല്പര്യം തോന്നുന്നത്, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യമല്ലേ എന്നൊക്കെ അവരുടെ മൈൻഡ് കൊണ്ട് അവരെ ബോധിപ്പിക്കാൻ അവരെ സ്വയമേ ബോധിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ള ആ ഒരു സംഗതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ആ ഒരു പേഴ്സൺ എത്രയൊക്കെ അങ്ങേയറ്റം ശ്രമിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതൊരു തൽക്കാലത്തേക്കുള്ള ഒരു ഫാൻറ്റസിയാണോ അല്ലെങ്കിൽ എനിക്ക് ഇത്രയധികം ഒരു ഏർജ് ഇനിയും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാലും ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും അവരുടെ മനസ്സിനകത്ത് കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി അവർക്ക് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ആ ഒരു താല്പര്യം അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റിമസി നിങ്ങളെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്ന ഒരു പേഴ്സണാണ്. അല്ലെങ്കിൽ അത്രയും ഒരു സ്നേഹം നിങ്ങളോട് എന്തുകൊണ്ട് അവർക്ക് തോന്നുന്നു എന്ന് പോലും അവർക്ക് തന്നെ അറിയില്ല. അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. പല രീതിയിൽ അവർ സപ്രസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അത് കയറി കയറി വരുന്നൊരവസ്ഥയാണ്. ഇപ്പം നമ്മൾ ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും അതൊന്ന് അമർത്തി വെക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഇനി പുറം ലോകം അറിയരുത് എന്ന് വിചാരിച്ച് ശ്രമിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വ്യാപ്തി പുറത്തേക്ക് വരാനുള്ള വ്യാപ്തി കൂടുതലായിരിക്കും. അപ്പം എന്ന് പറഞ്ഞൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോകുന്നത് എന്നുള്ളതാണ്. അവർക്ക് തന്നെ ചിന്തിച്ചിട്ട് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല. കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്നു. അവരുടെ ഒരു പ്രൈഡും കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് വലുതായിട്ടും തോന്നുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഒരു ഡിസ്റ്റർബ്ഡ് മൈൻഡ് സെറ്റിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു മൈൻഡ് കൺട്രോളിൽ വെക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബാലൻസ് ചെയ്ത് അവരുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാനായിട്ടൊക്കെ ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അത് കൂടുതലും കയറി കയറി വരുന്ന അല്ലെങ്കിൽ ആ ഒരു എനർജി അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്കിവിടെയൊക്കെ കാണാനായിട്ട് കഴിയുന്നത്. വളരെ തീവ്രമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഇത് താൽക്കാലികമാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും അവരുടെ മനസ്സിലൊരു ലോങ് ടേം ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് പോകണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൊരു വ്യക്തിയും കൂടിയാണ്. പക്ഷേ എന്നാലും പല സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ അതൊന്നും പുറമേ കാണിച്ചെന്ന് വരില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങളെന്ന് പോലും ആ ഒരു പേഴ്സണ് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു തിരക്ക് അല്ലെങ്കിൽ ആ ഒരു റഷായിട്ട് നിങ്ങളിലേക്ക് ഓടി വരികയാണ് ആ ഒരു പേഴ്സൺ. അല്ലെങ്കിൽ അവരുടെ മനസ്സ് അങ്ങനെ നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് കൊതിക്കുന്നുണ്ട്, സംസാരിക്കാനായിട്ട് കൊതിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടുത്തെ ഓരോ എനർജിയും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ കാണാം ഈ ഒരു പേഴ്സൻ്റെ ഒരു വശം അല്ലെങ്കിൽ ഒരു മൈൻഡ് ഭയങ്കരമായിട്ട് നിങ്ങളെ ഫോളോ ചെയ്യുന്നു, ചേസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു പേഴ്സൺ പോലും അത്രയും എനിക്ക് ചേസ് ചെയ്യണ്ട അല്ലെങ്കിൽ ഇത്രയും എന്തിനാണ് എനിക്കിങ്ങനെ ഓർമ്മകൾ വരുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും അവർക്കും പിടികിട്ടുന്നില്ല. അത്രയധികം ആ ഒരു പേഴ്സൻ്റെ മൈൻഡ് നിങ്ങളുടെ പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിശക്തമായിട്ടുള്ള ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു വലയം ത്തിൽ പെട്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ആ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനോട് അത്രയധികം ഈ ഒരു പേഴ്സൺ ഇൻവോൾവ് ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇത്രയും ആ ഒരു എനർജി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നോ കോൺടാക്റ്റിലൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും അവർ തീർച്ചയായിട്ടും കോൺടാക്റ്റിലേക്ക് വരും എന്നുള്ളതാണ്. അവർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഈഗോയിസ്റ്റിക് മൈൻഡ് സെറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് വെയിറ്റിങ്ങിലൊക്കെ നിന്നിരുന്ന ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പോലും അത് അവരുടെ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എത്രയും വേഗം കോൺടാക്ട് ചെയ്യാൻ സംസാരിക്കാനൊക്കെ തിരക്ക് കൂട്ടുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെയും നമുക്ക് കാണാം നിങ്ങളിലേക്ക് വരാനായിട്ട് പുറപ്പെടാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. അവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ചൊരു ദീർഘവീക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. അപ്പോൾ ഒരു വശത്ത് ഈ പറഞ്ഞ പോലെയുള്ള ഒരു എനർജി വളരെ ഹൈ ആയിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും അതെ ഈ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ഒട്ടും
ഡിലേ ഇല്ലാതെ ആ ഒരു നിങ്ങളിലേക്ക് വരുന്ന അല്ലെങ്കിൽ ആ ഒരു സഡൻ കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു എനർജി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കമ്മ്യൂണിക്കേഷനാണ്. ചില കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ്. അപ്പോൾ നമ്മളിവിടെ ലൈറ്റ് ഫീലിങ്സ് ആണ് എടുക്കുന്നതെങ്കിൽ പോലും വളരെ തീവ്രമായിട്ട് നിങ്ങളോട് കോൺടാക്ട് ചെയ്യണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ ശബ്ദം കേൾക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഉള്ള ഒരു എനർജി എന്ന് വിചാരിച്ച് വിട്ട് കളയാനും പറ്റില്ല. കാരണം ഈ ഒരു പേഴ്സൺ അത്രയും നമ്മൾ ആളിക്കത്തുക എന്ന് പറയുന്നത് പോലെ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു ഫയറി നേച്ചർ അല്ലെങ്കിൽ വിട്ട് കളയാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോൺടാക്റ്റിലേക്ക് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും വരും, അല്ലെങ്കിൽ വരാനുള്ള ഒരു സാധ്യത ഹൈ ആയിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി എവിടെയാണെന്നുണ്ടെങ്കിലും അവർക്ക് ആ ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നില്ല, അല്ലെങ്കിൽ കൂടുതലും നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. അവർ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഒരു ഹാപ്പിനെസ് കിട്ടാത്തൊരവസ്ഥയാണ്. ചിലപ്പോൾ ലൈഫിൽ വേറെ പല കാര്യങ്ങളും ഈ ഒരു പേഴ്സണ് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും അവർക്ക് അതിനകത്തൊരു ഫുൾഫിൽമെൻറ്റ് കിട്ടുന്നില്ല. ഒരുപാട് മിസ് ചെയ്യുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെ കയറി വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരവസ്ഥയൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ മറ്റ് ഒരുപാട് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ഹെവി ബേർഡൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടുന്ന ഒരു സമയമായിരിക്കും. അപ്പോഴും അവരിവിടെ ബാലൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഒരുമിച്ച് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന അവരുടെ ആ ഒരു ലോജിക് മൈൻഡ് സെറ്റ് നമുക്ക് കാണാം. എന്നിരുന്നാൽ കൂടിയും അവർ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. ഇപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനുള്ള വഴി ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ അതിശക്തമായിട്ട് ആ ഒരു പേഴ്സണെ വിട്ട് കളയാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ബന്ധം വിട്ട് കളയാൻ പറ്റാത്ത രീതിയിൽ അതിനകത്ത് തന്നെ കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥ, സ്റ്റക്നെസ് ഉണ്ടാവുക, അല്ലെങ്കിൽ തിരിച്ചും മറിച്ചും എങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാലും എനിക്ക് അതാണ് വലുതെന്ന് തോന്നുന്ന ഒരു ചിന്താഗതി ഉണ്ടാവുക. വേറെ ഒന്നിനും എന്നെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുക. അപ്പോൾ ആ ഒരു സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഇമോഷണൽ സ്റ്റേറ്റിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും ഒരു സത്യം പറഞ്ഞാൽ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ, ഒരു സക്സസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് അവരുടെ മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയും കൂടി നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ചേസ് ചെയ്ത് അവരുടെ മൈൻഡ് പുറകെ വരികയാണ്. നിങ്ങൾ ചിലപ്പോൾ പിടികൊടുക്കാണ്ട് ഓടുന്നുണ്ടാവാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഒരു റെസ്റ്റിങ്ങിലായിരിക്കാം. നിങ്ങളുടെ ഒരു ചേസിങ് നിർത്തിയതും കൂടി കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആ ഒരു എനർജി കിട്ടാതെ ആകുമ്പോൾ അവർ നിങ്ങളെ പുറകെ തേടി വരുന്നത്, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് നിങ്ങളെ തേടി വരുന്ന ഒരവസ്ഥ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കോൺടാക്റ്റ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റിലേക്കൊക്കെ എല്ലാം വരാൻ നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ്. അവർക്ക് തന്നെ അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഈഗോയിസ്റ്റിക് മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാളൊക്കെ വലുത് നിങ്ങളാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ളൊരു എനർജി ഇപ്പോൾ ആ ഒരു പേഴ്സണ് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ടോറസ്, കാപ്രിക്കോൺ ആൻഡ് സജിറ്റേറിയസ്. അതുപോലെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 5, നമ്പർ 14 ആൻഡ് നമ്പർ 15. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ എനർജി എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് റെസനേറ്റ് ആവാനായിട്ട് സാധിക്കും. ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ പിന്നാലെ, അല്ലെങ്കിൽ നിങ്ങളെ തേടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു വരും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അത്രയും ഹൈലി ഒരു സ്പാർക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.